ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. മാപ്പ് നൽകണം എന്നപേക്ഷിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗിന് കത്ത് നൽകി. പ്രധാനമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത് 2016 അഴിമതി, അധികാര ദുർവിനിയോഗം, കൈക്കൂലി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2020 കേസിന്റെ വിചാരണ ആരംഭിച്ചത്. 5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭരണഘടന അനുസരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിനു മാത്രമാണ്. അതുകൊണ്ടാണ് നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്ന് ഇസാഖ് ഹെർസോഗിനോട് അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കത്തു നൽകിയത്. സാധാരണ മാപ്പപേക്ഷയോടൊപ്പം കുറ്റസമ്മതവും നടത്താറുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഈ മാപ്പപേക്ഷ അതീവ ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടും കൂടി പരിഗണിക്കും എന്നാണ് പ്രസിഡന്റ് പ്രതികരിച്ചത്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ കഴിയൂ. രണ്ടു രാഷ്ട്രങ്ങൾ രൂപീകരിക്കാതെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം അവസാനിക്കില്ല എന്നാണ് ലയോ 14 മാർപ്പാപ്പ പത്രക്കാരോട് പറഞ്ഞത്. തുർക്കി സന്ദർശനം പൂർത്തിയാക്കി ലെബനോണിലെത്തിയപ്പോഴാണ് മാർപ്പാപ്പ ഈ പ്രസ്താവന നടത്തിയത്. തങ്ങളുടെ പക്കലുള്ള പ്രദേശങ്ങൾ രണ്ടായി വിഭജിച്ച് യഹൂദന്മാർക്കും പാലസ്തീൻകാർക്കും നൽകിക്കൊണ്ടാണ് 1948 ബ്രിട്ടൻ ഈ സ്ഥലത്തു നിന്നും പിൻവാങ്ങിയത്. പ്രഖ്യാപനം വന്ന ദിവസം തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നു. അറബ് ലീഗ് ഇത് അംഗീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ആരംഭിച്ചത്. 3 പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾ അവസാനിപ്പിച്ചത് 1978 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയാണ്. അറബ് ഇസ്രായേൽ യുദ്ധങ്ങളിൽ വിജയം ഇസ്രായേലിനായിരുന്നു. പാലസ്തീൻ രാഷ്ട്രത്തിനായി മാറ്റിവെച്ചിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാവില്ല. അതുകൊണ്ടാണ് പാലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ ഇസ്രായേൽ എതിർക്കുന്നത്. അമേരിക്കയും ഇസ്രായേലിനൊപ്പമാണ്. വെനസ്വേലയുടെ പ്രസിഡന്റ് മഡുറോയുമായി ഫോണിൽ സംസാരിച്ചതായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. സംഭാഷണം നടന്നു എന്നല്ലാതെ മറ്റൊന്നും ട്രംപ് വെളിപ്പെടുത്തിയില്ല. ഈ സംഭാഷണം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷത്തിന് അയവ് വരുത്തിയിട്ടുണ്ട്. മയക്കുമരുന്നുകൾ കടത്തുന്നു എന്നാരോപിച്ച് വെനസ്വേലയുടെ കപ്പലുകളെ ആക്രമിക്കുന്നതും കരീബിയൻ കടലിൽ പടയൊരുക്കം നടത്തുന്നതും യുദ്ധത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ് പലരും കണ്ടിരുന്നത്. അധികാരം ഉപേക്ഷിക്കാമെങ്കിൽ മഡുറോയ്ക്കും കുടുംബത്തിനും സുരക്ഷ ഒരുക്കാമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ വാഗ്ദാനം. റഷ്യൻ പക്ഷപാതിയായ മഡുറോയെ അധികാരത്തിൽ നിന്ന് നീക്കുകയും തങ്ങളോട് കൂറുള്ള പുതിയ ഒരു ഭരണാധികാരിയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത്. വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിലാണ് ട്രംപിന്റെ കണ്ണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വിമർശനവും ശക്തമാണ്.
അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാർഡ് കുഷ്ണറും മോസ്കോയിലെത്തുകയും സുദീർഘമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ചർച്ചകൾ തുടരുമെന്നും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആയിട്ടില്ല എന്നുമാണ് റഷ്യ അറിയിച്ചത്. യൂറോപ്യൻ യൂണിയന് യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ഈ ചർച്ചകൾക്കു ശേഷം മോസ്കോയിൽ നടന്ന ഒരു യോഗത്തിൽ പുടിൻ പ്രതികരിച്ചത്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമാണെന്ന് യൂറോപ്യൻ യൂണിയനും നാറ്റോയും നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ട്രംപിന്റെ 28 നിർദ്ദേശങ്ങൾ 20 പരിമിതപ്പെടുത്തിയത്. തങ്ങളുടെ സംരക്ഷകനായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെ കാണുന്നത്. യൂറോപ്പിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് അമേരിക്ക യൂറോപ്പിലെ രാജ്യങ്ങളെ ചേർത്ത് നാറ്റോ എന്ന സൈനിക സഖ്യത്തിന് രൂപം നൽകിയത്. തങ്ങൾ ശത്രുവായി കാണുന്ന റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഭയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമോയുടെ പുത്രി ഡൂഡു സില സുമ സാംബുട്ല പാർലമെന്റ് അംഗത്വം രാജിവെച്ചു. ഉയർന്ന ജോലികൾ വാഗ്ദാനം ചെയ്ത് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ ദക്ഷിണാഫ്രിക്കൻ പൗരന്മാരെ പ്രേരിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. സാംബുട്ലായുടെ സഹോദരിയാണ് പരാതിക്കാരി. ഏകദേശം 1500ഓളം ആൾക്കാരാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും റഷ്യൻ സൈന്യത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത്. വിദേശ സൈന്യത്തിൽ ചേരുന്നത് കുറ്റകൃത്യമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക കാണുന്നത്. ഇവരെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് റാമപോസ ഉറപ്പു നൽകി. റഷ്യയ്ക്ക് വേണ്ടി കൂലിപ്പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന നിരവധി സംഘങ്ങളെ ഇതിനകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. കൂലിപ്പട്ടാളവുമായി ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരിന് നേരിട്ട് ബന്ധമില്ല. റഷ്യയെ പിണക്കാതെ സ്വന്തം പൗരന്മാരെ മോചിപ്പിക്കാനുള്ള വഴി തേടുകയാണ് ദക്ഷിണാഫ്രിക്ക. റഷ്യൻ പ്രസിഡന്റ് പുടിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു ദിനപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ നയതന്ത്ര മര്യാദയുടെ ലംഘനമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ ചേർന്നാണ് ഈ ലേഖനം എഴുതിയത്. പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മോസ്കോയിൽ നടന്ന ചർച്ചകൾ വിജയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കു താൽപ്പര്യമില്ല എന്ന രീതിയിൽ യൂറോപ്പിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ പ്രതികരിച്ചത്. ഈ നിലപാടിനെ അനുകൂലിക്കുന്ന ലേഖനമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് നമ്മുടെ നിലപാട്. എന്നാൽ യുദ്ധത്തിൽ ചേരാതെ ഇരുകൂട്ടരുമായി സഹകരിക്കുന്ന നയമാണ് ഭാരത സർക്കാർ പിന്തുടരുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയുടെ അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ മാത്രമല്ല, അന്തസ്സും സംരക്ഷിക്കേണ്ടത് ഭാരത സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാന്റെ പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് താലിബാൻ പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന ചാവേർ ആക്രമണങ്ങൾക്കു പിന്നിൽ തീവ്രവാദി സംഘടനയായ
തെഹരീക്ക് താലിബാൻ ആണെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ. ഈ തീവ്രവാദി പ്രസ്ഥാനത്തിന് താലിബാൻ ഭരണകൂടം അഭയം നൽകുന്നു എന്നാണ് ആരോപണം. പല പ്രാവശ്യം അഫ്ഗാനിസ്ഥാൻ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും താലിബാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്ക് ലഭിച്ച സ്വീകരണം ഇരു രാജ്യങ്ങളും തങ്ങൾക്കെതിരെ സംഘടിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത്. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ 1956 മുതൽ എല്ലാ വർഷവും നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഗാന മത്സരമാണ് യൂറോവിഷൻ അഥവാ യൂറോവിഷൻ പാട്ട് മത്സരം. ലോകത്തിലെ പ്രധാനപ്പെട്ട ഗായക സംഘങ്ങൾ പങ്കെടുക്കുന്ന ഈ സംഗീതോത്സവം വലിയ ഒരാഘോഷമാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യയോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഈ വർഷത്തെ മത്സരത്തിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കരുത് എന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ സംഘാടകർ തയ്യാറായില്ല. 2026 നടക്കുന്ന മത്സരത്തിൽ ഇസ്രായേൽ പങ്കെടുക്കും എന്നുറപ്പായതിനെ തുടർന്ന് സ്പെയിൻ, അയർലൻഡ്, നെതർലാൻഡ്സ്, സ്ലോവേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇസ്രായേലി സൈനിക നടപടിക്കെതിരെയുള്ള യൂറോപ്പിൻ്റെ പ്രതിഷേധമാണ് ഈ ബഹിഷ്കരണത്തിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന അതിക്രമങ്ങളെ പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മോസ്കോയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറും അമേരിക്കയിലേക്ക് മടങ്ങി. ഉക്രൈനിൻ്റെ പ്രതിനിധികളുമായി ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് അമേരിക്കൻ സംഘം മോസ്കോയിലേക്ക് പുറപ്പെട്ടത്. ഡോൺബോസ് മേഖലയിൽ നിന്നും ഉക്രൈൻ പിന്മാറിയില്ലെങ്കിൽ റഷ്യൻ സൈന്യം അത് പിടിച്ചെടുക്കും എന്നതാണ് റഷ്യയുടെ നിലപാട്. ഇന്ത്യയിൽ എത്തിയപ്പോഴും പുടിൻ ഈ നിലപാട് ആവർത്തിച്ചു. ഉക്രൈനാണ് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. മോസ്കോയിലെ ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ സംഘം വീണ്ടും ഉക്രൈൻ പ്രതിനിധികളെ കാണും. ഉക്രൈൻ്റെ നിലപാടുകൾ നിർണായകമാകും. എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണം എന്ന വാശിയിലാണ് ട്രംപിൻ്റെ ഉപദേശക സംഘം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുപരി സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റിന് നേടിക്കൊടുക്കുന്നതിനാണ് ഉപദേശക സംഘം ശ്രമിക്കുന്നത്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് 1947 പാകിസ്ഥാൻ എന്ന രാഷ്ട്രം പിറന്നത്. 1971 ബംഗ്ലാദേശ് രൂപീകരിച്ചതോടെ കിഴക്കൻ പാകിസ്ഥാൻ ഇല്ലാതെയായി. വളരെ ചെറിയ ഇടവേള ഒഴിവാക്കിയാൽ പാകിസ്ഥാന്റെ ഭരണം പട്ടാളത്തിനായിരുന്നു. ജനാധിപത്യം മടങ്ങി വരില്ല എന്ന സൂചനയാണ് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭേദഗതി നൽകുന്നത്. പ്രതിരോധ സേനയുടെ തലവനായി അവരോധിക്കപ്പെട്ട ഫീൽഡ് മാർഷൽ അസീം മുനീറിന് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നതാണ് ഈ ഭേദഗതി. പ്രതിരോധ സേനയുടെ തലവനായി ഉയർത്തിയ ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് മുകളിലായി ഒരു കോടതിയും രൂപീകരിച്ചിട്ടുണ്ട്. 3 സേനകളുടെയും നേതൃത്വവും നിയമ നടപടികളിൽ നിന്നുള്ള പരിരക്ഷയും ലഭിച്ച
ഫീൽഡ് മാർഷൽ അസീം മുനീർ പാകിസ്ഥാനിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത അധികാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.